8 വർഷത്തെ യോഗി ആദിത്യനാഥിന്റെ ഭരണം ഉത്തർപ്രദേശിൽ എന്താണ് സമ്മാനിച്ചത് എന്നുള്ളതിന്റെ വലിയൊരു പ്രോഗ്രസ് കാർഡ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ്. നമ്മുടെ കേരളം പുറത്തിറക്കുന്നത് പോലെ ഒരു ഉഡായിപ്പ് പ്രോഗ്രസ് കാർഡല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് നമ്മൾ എടുത്തു പറയേണ്ടി വരും. എന്താണ് യോഗി ആദിത്യനാഥിന്റെ ഭരണം 8 വർഷം കൊണ്ട് ഉത്തർപ്രദേശിന് സമ്മാനിച്ചത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ നിന്ന് അഭിപ്രായം ശേഖരിച്ച് 3 ദിവസത്തെ വലിയൊരു സമ്മേളനം നടത്തി അവിടെ കൃത്യമായി മന്ത്രിമാർ ൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു നേർസാക്ഷ്യമാണ് ഈ പ്രോഗ്രസ് കാർഡിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രസ് കാർഡ് കാണുമ്പോൾ കേരളം പല ഭാഗത്തും ഉത്തർപ്രദേശിനെക്കാട്ടിലും എന്തോരം പിന്നിലാണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. എന്തായാലും കേരള മാപ്രകൾ ഈ വാർത്ത മുക്കിയിരിക്കുകയാണെന്നുള്ളത് വേറൊരു കാര്യം. 20 കോടി ജനങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത്. കേരളത്തിൽ വെറും 3.5 കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഉത്തർപ്രദേശിനെ ബീമാരു എന്ന് പറയുന്ന, അതായത് പട്ടിണി കിടക്കുന്ന ഒരു സംസ്ഥാനമായ ഉത്തർപ്രദേശിനെ അവിടെ നിന്നും തിരിച്ചു വലിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് എന്നാണ് ഈ പ്രോഗ്രസ് കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഉത്തർപ്രദേശ് എന്തൊക്കെയാണ് സാക്ഷ്യം വഹിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഉത്തർപ്രദേശിൽ 25 കോടി പൗരന്മാരുണ്ടെന്നാണ് ഇപ്പോൾ അനൗദ്യോഗികമായിട്ട് കണക്കാക്കുന്നത്. എന്തായാലും പുതിയ സെൻസസ് വന്നിട്ടില്ലെങ്കിൽ മാത്രമേ എത്ര പൗരന്മാരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവൂ. എങ്കിലും 25 കോടി പൗരന്മാരുടെ കൂട്ടായ പരിശ്രമമാണ് സംസ്ഥാനത്തിൻ്റെ വിജയങ്ങൾക്ക് കാരണമെന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. ഇനി എന്താണ് അവിടെ ഈ സംസ്ഥാനം ഇപ്പോൾ ഈ പ്രോഗ്രസ് കാർഡിലുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ 2ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഉത്തർപ്രദേശ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രോഗ്രസ് കാർഡിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ ഏറ്റവും വലിയ നേട്ടം, നമ്മുടെ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് 5 ട്രില്യൺ എക്കണോമി എന്ന് പറയുന്നത്. ഈ 5 ട്രില്യൺ എക്കണോമിയിൽ വലിയ, അതായത് ഒരു നാഴികക്കല്ല് എന്ന രീതിയിൽ ഇപ്പോൾ ഉത്തർപ്രദേശിലെ സംഭാവനകൾ ഉയർന്നു വന്നിരിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. UP നിലവിൽ രാജ്യത്തെ 2ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണെന്നും ഉടൻ തന്നെ അത് 1ാമതാകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഒരു വരുമാന മിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്നുള്ളതാണ് ഉത്തർപ്രദേശിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. 2017 12.75 ലക്ഷം കോടി രൂപയായിരുന്നു UPയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് 27.5 ലക്ഷം കോടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഉത്തർപ്രദേശിന്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത്. ഈ പ്രോഗ്രസ് കാർഡിൽ അത് പറയുന്നുണ്ട്. ഉത്തർപ്രദേശിൽ കേരളത്തെ പോലെ അവിടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കടമെടുക്കേണ്ട ആവശ്യമില്ല. വരുമാന മിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആളോഹരി വരുമാനം 46,000-ൽ നിന്ന് ഇപ്പോൾ 1,24,000 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2000 മുതൽ 2017 വരെ വെറും 3,300 കോടി രൂപയായിരുന്ന FDA വിദേശ നിക്ഷേപം ഇപ്പോൾ 2024 ആയപ്പോഴേക്കും 14,804 കോടിയായി ഉയർന്നിരിക്കുന്നു. അതായത് അതിൻ്റെ ഇരട്ടിയായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി സംസ്ഥാനത്തിന്റെ ബാങ്കിംഗ് ബിസിനസ് 12.30 ലക്ഷം കോടിയിൽ നിന്ന് 30 ലക്ഷം കോടിയിലേക്ക് ഉയർന്നിരിക്കുന്നു. അതായത് 12.30 ലക്ഷം കോടിയിൽ നിന്ന് 30 ലക്ഷം കോടിയിലേക്ക് ഉയർന്നിരിക്കുന്നു. ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് അനുപാതം 46%-ൽ നിന്ന് 61%-ആയി മെച്ചപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കർഷക ആത്മഹത്യ അത് തുലവും തുച്ഛമായി കുറഞ്ഞിരിക്കുന്നു എന്നും വേറൊരു കാര്യം. 25 കോടി ജനങ്ങളാണ് അവിടെ എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അവിടെ കർഷക ആത്മഹത്യ തുലവും തുച്ഛമായി കുറഞ്ഞിരിക്കുന്നു എന്നും വേണം നമ്മൾ കരുതാൻ. ഏറ്റവും കൂടുതൽ കർഷക പ്രക്ഷോഭമൊക്കെ ആളിക്കത്തിയ ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ് എന്നും നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. എങ്കിലും അതായത് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലെ ഏറ്റവും മികച്ച ഒരു മേഖല എന്ന് പറയുന്നത് ക്രമസമാധാന പരിപാലനമാണ്. യോഗി ആദിത്യനാഥ് വന്ന ശേഷം ഉത്തർപ്രദേശിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമാധാനപൂർണ്ണമായി ജീവിക്കാനും അവർക്ക് തെരുവിലിറങ്ങി നടക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ മേന്മയായി ഈ റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നത്. കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങിയ എല്ലാ മേഖലകളുടെയും മേഖലാ തിരിച്ച പരിവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഡാറ്റ പങ്കിടുകയും ചെയ്ത മുഖ്യമന്ത്രി യോഗി ക്രമസമാധാന പരിപാലനത്തിലാണ് തൻ്റെ സർക്കാർ മികച്ച നേട്ടം കൈവച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. 2017 മുമ്പ് കലാപങ്ങൾ ഒരു പതിവ് സംഭവമായിരുന്നു ഉത്തർപ്രദേശിൽ. എന്നാൽ പെൺമക്കളും വ്യാപാരികളും ഭയത്തിലാണ് ജീവിച്ചിരുന്നത്. ഇന്ന് UPയിൽ നിയമവാഴ്ചയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഫലപ്രദമായ ഭരണത്തിന്റെ ഒരു ഉദാഹരണമായി പ്രയാഗ്രാജ് മഹാകുംഭമേള അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. 45 ദിവസത്തെ പരിപാടിയിൽ കുംഭമേളയിൽ നമ്മുടെ കേരളം പോലും റിപ്പോർട്ട് ചെയ്തത് കുംഭമേളയിലെ വെള്ളത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെയാണ്. അതിൽ മുങ്ങിയാൽ ചൊറി വരും, അങ്ങനെയുള്ള വാർത്തകളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ കേരളം മഷിയിട്ട്, അതായത് കേരളത്തിലെ മാപ്രകൾ മഷിയിട്ട് നോക്കിയിട്ട് പോലും പീഡനം, കവർച്ച, തട്ടിക്കൊണ്ടുപോകൽ അങ്ങനെയുള്ള യാതൊരു വാർത്തകളും കിട്ടിയില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ അത് യോഗി ആദിത്യനാഥ് ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. സ്ത്രീകളുടെ സുരക്ഷ, അന്തസ്സ്, സ്വാശ്രയത്വം എന്നിവയാണ് ഒരു സ്വാശ്രയ സമൂഹത്തിന്റെ അടിത്തറ എന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു. 1947 മുതൽ 2017 വരെ ഉത്തർപ്രദേശിൽ ഒരു ഞെട്ടിക്കുന്ന കണക്കും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. 10,000 വനിതാ പോലീസുകാർ മാത്രമാണ് ഇതിലുണ്ടായിരുന്നത്, അതായത് സേനയിലുണ്ടായിരുന്നത്. 12,000 സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്തി അത് നിലവിൽ ആകെ 25,000-ൽ അധികമായി ഉയർത്തിയിരിക്കുന്നു. അതായത് 14%-ൽ നിന്ന് 35%-ആയി സ്ത്രീകളുടെ പങ്ക് പോലീസ് സേനയിലെ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന വേറൊരു കാര്യം. മുൻ സർക്കാർ
സർക്കാരുകൾ PSCയുടെ 54 കമ്പനികൾ നിർത്തലാക്കിയിരുന്നു. എന്നാൽ 2017 ശേഷം ഇവയെല്ലാം പുനഃസ്ഥാപിച്ചു. കൂടാതെ 3 വനിതാ പോലീസ് ബറ്റാലിയനും ഇപ്പോൾ അവിടെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചു. പോലീസ് റെസ്പോൺസ് വെഹിക്കിൾ PRV 112 എന്നുള്ളതാണ് ഈ നിയമം. ഈ വെഹിക്കിൾ അവിടെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് എവിടെയാണെങ്കിലും നിങ്ങളുടെ അടുത്തെത്തേണ്ടതാണ്. അത് മുൻ സർക്കാരുകൾ ഭരിക്കുമ്പോൾ 30 മിനിറ്റ് ആയിരുന്നു അതിൻ്റെ സമയം പറഞ്ഞിരുന്നത്. എന്നാൽ യോഗി ആദിത്യനാഥ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ 112 വിളിച്ചു കഴിഞ്ഞാൽ 7 മിനിറ്റിൽ പോലീസ് വാഹനം നിങ്ങളുടെ അടുത്തെത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. യുവജന വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 2014 16 മുതൽ 17 വരെ 19% തൊഴിലില്ലായ്മ നിരക്ക്. കേരളമാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്ക് കൂടിയ സംസ്ഥാനം. ഇപ്പോൾ UPയിൽ 19% തൊഴിലില്ലായ്മ നിരക്ക് 3% കുറച്ചു എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. 8 ലക്ഷത്തിലധികം സർക്കാർ ജോലികൾ 8 വർഷത്തിനിടെ ഉത്തർപ്രദേശിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പോരാത്തതിന് MSME മേഖലയിൽ സ്വയം തൊഴിൽ കണ്ടെത്തിയത് 2 കോടിയിലധികം ആൾക്കാരാണെന്നാണ് പറയുന്നത്. അങ്ങനെ 2,08,00,000 ആൾക്കാർക്ക് അവിടെ തൊഴിൽ പോലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 2017 1.5 ലക്ഷം പോലീസ് തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് യോഗി ചൂണ്ടിക്കാട്ടിച്ചു. പ്രധാനമായും ഈ പോലീസ് തസ്തികകളൊക്കെ ഒഴിച്ചു കിടക്കുന്നതാണ് UPയിലെ ക്രമസമാധാന പ്രശ്നത്തിൻ്റെ ഒരു വലിയ വിഷയമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഉത്തർപ്രദേശിൽ യോഗി 1,56,000 പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും അടുത്തിടെ 60,200 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 2-2.5 ലക്ഷം പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയമനം മാത്രം അവിടെ ഉത്തർപ്രദേശിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. 10 ജില്ലകളിൽ പോലീസ് ലൈൻ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വേറൊരു കാര്യം. യോഗി വരുന്നതിന് മുമ്പ് ഇന്ന് എല്ലാ ജില്ലകളിലും അവ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ പരിശീലന ശേഷി 6,000-ൽ നിന്ന് 60,000-ആയി വർദ്ധിപ്പിച്ചു എന്നും ഈ റിപ്പോർട്ടിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഉത്തർപ്രദേശിൽ ഇനി ദരിദ്ര നിർമ്മാർജ്ജനം എങ്ങനെയാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 6 കോടി ജനങ്ങളെയാണ് 8 വർഷം കൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയത് എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. കഴിഞ്ഞ 8 വർഷത്തിനിടെയാണ് ഇത് 6 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയത്. അടിസ്ഥാന സൗകര്യ നേട്ടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് UPയിൽ നിലവിൽ 6 എക്സ്പ്രസ് വേകൾ പ്രവർത്തനക്ഷമമാണ്. 11 എക്സ്പ്രസ് വേകൾ നിർമ്മാണത്തിലിരിക്കുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ഗംഗ എക്സ്പ്രസ് വേ പൂർത്തിയായതോടെ രാജ്യത്തെ എക്സ്പ്രസ് വേ ശൃംഖലയുടെ 55% ഉത്തർപ്രദേശിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതും വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2017 2 വിമാനത്താവളങ്ങൾ മാത്രം ഉള്ള ഉത്തർപ്രദേശിൽ ഇന്ന് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ 16 വിമാനത്താവളങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നും ഉത്തർപ്രദേശിൽ നിന്ന് യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവളം അത് ഉത്തർപ്രദേശിലാവുകയാണ്. ജവാറിൻ്റെ നിർമ്മാണം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. 2017 മുമ്പ് ബിസിനസ് ചെയ്യാൻ എളുപ്പമുള്ള കാര്യത്തിൽ 14ാം സ്ഥാനത്തായിരുന്ന UP ഇന്ന് ഏറ്റവും മികച്ച ഒരു രാജ്യമായി വളർന്നിരിക്കുന്നു എന്നും യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് യോഗി ആദിത്യനാഥിൻ്റെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ട് പല സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.